ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് നമ്മളെ നോമ്പുതുറ സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കരിയപ്പാന്ന്, പക്ഷെങ്കിൽ അല്ല, ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനിലാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്ത് ഒരു 200-250 ഗ്രാം ഉണ്ടാവുമായിരിക്കും. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും മുളകും കൂടിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ പെരക്കി വെച്ചത് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇത് കട്ട്ലേറ്റിൻ്റെ ഒരു മിക്സ് പോലത്തതാണ് വരുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കാം. ഉരുളക്കിഴങ്ങ് ഇത് പൊരിയുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് വേവട്ടെ. പിന്നെ അതിനുശേഷം നമുക്ക് മസാലയാക്കാം. രണ്ടുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടു. അത് നല്ലോണം വഴറ്റുക. അതിന് ശേഷം നമ്മളൊരു പച്ചമുളക് എടുത്തത് അത് ഇട്ടു വഴറ്റി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടു. ഓക്കെ, പച്ചമുളകൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാട്ടോ. പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിന് മാത്രം കൂട്ടാം. കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അങ്ങനെ അതിനുശേഷം നമ്മൾ ചിക്കൻ പൊരിച്ചതുണ്ടാവില്ലേ, അതിനെ നമ്മൾ ക്രഷാക്കിയിട്ട് ഈ മസാലയിലേക്ക് ഇട്ടു. ഒരു 5 മിനിറ്റ് അത് അവിടെ നിന്ന് വേവട്ടെ. മസാല ഇതുമെല്ലാം ആയിട്ട് നല്ലോണം വേവട്ടെ. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തതും കൂടെ ഈ മസാലയിലേക്ക് ഇട്ടു. ഉരുളക്കിഴങ്ങ് അത്രേ വേണ്ടു, ഒരുപാട് എടുത്തേക്കല്ലേ. ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ, ചിക്കൻ്റെ ടേസ്റ്റ് അധികം നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചെറുങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഈ സംഭവത്തിന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവാണ്. അതിലേക്ക് നമ്മൾ 2 സ്പൂണ് മൈദപ്പൊടിയും 1 സ്പൂണ് കോൺഫ്ലവറും കൂടിയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കിയിട്ട് അവിടെ വെക്കുക. ഇത് നമ്മൾക്ക് ആ അപ്പത്തിന് ഡിപ്പ് ചെയ്യാനും കൂടിയിട്ടാണ് ഇത് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. സ്റ്റിക്ക് ചെയ്യാനും അതേപോലെ ഡിപ്പ് ചെയ്യാനും. ഓക്കെ, പിന്നെ നമ്മൾ വെർമിസെല്ലിലാണ് നമ്മൾ ഇന്ന് ഡിപ്പ് ചെയ്തത്. ജസ്റ്റ് ഒരു ട്രൈ അത്രയേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. പിന്നെ നമ്മൾ സമൂസ ഷീറ്റ് എടുത്തു, അതിനെ നടുക്കേ കൂടെ കട്ട് ചെയ്തു, അങ്ങനെ 2 പീസാക്കി എടുത്തു. പിന്നെ അതേപോലെ ചീസിന് ഒരു 8 പീസാക്കി എടുക്കുക. ഒരു ഷീറ്റ് ചീസിന് 8 പീസാക്കി എടുക്കുക. പിന്നെ ഇതേപോലെ സമൂസ ഷീറ്റിൽ മസാല നമ്മൾ വെച്ചു. പിന്നെ അതിലേക്ക് നമ്മളെ മിക്സില്ലേ, മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് അതിലേക്ക് തേച്ചിട്ട് ഒരറ്റത്തുനിന്ന് അത് സ്റ്റിക്ക് ചെയ്തും കൊടുത്തു. ഇനി ഇതിൻ്റെ 2 അറ്റത്തും ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫില്ല് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ മിക്സിൽ 2 സൈഡും മുക്കി, പിന്നെ നമ്മൾ വർമിസെല്ലിൽ 2 സൈഡിലും മുക്കി. അങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി അത് അടുത്തതും കൂടി ഇതേപോലെ ആക്കുന്നുണ്ട്. ഇത് 2 പ്രാവശ്യം ഇടുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇതേപോലെ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അതേപോലെ ഡിപ്പിൽ മുക്കി വെർമിസെല്ലിൽ മുക്കി സെറ്റാക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പം വെച്ചതിലെല്ലാം നമ്മൾ വെറും മസാല മാത്രം ഇട്ടിട്ടാണ് ഇപ്പം നിറച്ചത് ഫില്ലിങ്. ഇനി നമുക്ക് അടുത്തതെന്ന് ചോദിച്ചാൽ ചീസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ നിറക്കാൻ പോകുന്നത്. ചീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നേരത്തെ പറഞ്ഞിട്ട് ഒരു 8 പീസാക്കിയിട്ട് ചീസ് മുറിച്ചതിന് അതെന്ന് വെച്ചാൽ ഇതിന് കണക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ 8 പീസാക്കിയിട്ട് മുറിക്കുന്നത്. ഇത്ര പോരെയൊരു പീസ് എടുത്തിട്ട് ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ചു. അതേപോലെ റോള് ചെയ്തു, സ്റ്റിക്ക് ചെയ്തു. ഓക്കെ, പിന്നെ അത് നമ്മൾ മാവിൽ മിക്സ് ചെയ്തു. അതേപോലെ വെർമിസെല്ലിൽ ഡിപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ നമുക്കിത് തോല് പരത്തിയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മാവ് ഇതേപോലെ മൈദയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് പരത്തിയിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ സമൂസ ഷീറ്റ് എടുത്ത് ചെയ്യുന്നത്. സമൂസ ഷീറ്റാകുമ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റെല്ലാം ഉണ്ടാവുമല്ലോ. ഇനി ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രഷ് ചെയ്തിട്ട് ഇത് ഡിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. വെർമിസെല്ലി ഒഴിവാക്കിയിട്ട് ഇനി ബ്രെഡിലാണ് മുക്കുന്നത്. ഇനി അങ്ങനെ അതെല്ലാം സെറ്റായിട്ട് പിന്നെ ഫ്രൈ ചെയ്യാനിട്ടു. സൺഫ്ലവർ ഓയിലാണ് എടുത്തിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ, കുറച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം വെച്ചാൽ 2 സൈഡും നമ്മൾ വെർമിസെല്ലിയും ബ്രെഡും എല്ലാം ആയതുകൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമുക്ക് വെന്തിട്ട് കിട്ടുകയില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ചെറിയ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ചീസ് കണ്ടോ? ഇപ്പോൾ ഇത് ആ ചൂടോടെ ആയതുകൊണ്ട് നല്ലൊരു ക്രീമി ആയിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. നമ്മളതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അതുപോലെ ഏറ്റവും നല്ലത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ